നെല്ല് സംഭരണം പാളി. അസലായിട്ട് 100% പൂർണ്ണതയോടുകൂടി നെല്ല് സംഭരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന നെല്ല് സംഭരണം ഇവര് തകർത്ത് തരിപ്പണമാക്കി. നെല്ല് സംഭരണം, നാളികേര സംഭരണം എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നാളികേര സംഭരണം നടന്നത്? റബ്ബറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിലയിടിഞ്ഞ് കർഷകർ സങ്കടത്തിലാണ്. ഇവര് പ്രഖ്യാപിച്ച ഒരു പാക്കേജും ഇവർ ഒരു സ്ഥലത്തും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ കള്ളങ്ങളെല്ലാം എഴുതി വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന നുണയുടെ ഒരു സംഭവമാണ്. അതിൽ പോലും പറയാനോ അവകാശപ്പെടാനോ ഒന്നുമില്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ് അത്. കേരളത്തിലെ ഞങ്ങൾ ഈ സർക്കാരിനെതിരായി അവതരിപ്പിച്ച ഒരു കുറ്റപത്രമുണ്ട്. ആ കുറ്റപത്രം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും. അതിന്റെ ശിക്ഷയും ജനങ്ങൾ 9-ാം തീയതി വിധിക്കും. രീതിയിലുള്ള വിമർശനമാണ് CM ഉന്നയിച്ചത്. വയനാട്ടിലെ ശ്രുതിക്ക് ആദ്യം വീട് കൊടുക്കട്ടെ, അതിനുശേഷം ഇന്ദിരാഗാന്ധിയെ കുറിച്ചും മറ്റു ആവാസ പദ്ധതികളെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതൊക്കെ മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് യോജിച്ചൊരു മറുപടിയാണോ? മറുപടി പറയാനില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിലെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് കോൺഗ്രസ്. തെലങ്കാനയിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങള് രാജസ്ഥാനിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കർണാടകത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ച പരിപാടികൾ നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതാണ് പിണറായി വിജയനുള്ള മറുപടി എന്ന് പറയുന്നത്. അതാണ് പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികളും ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനത്തും. അല്ല, അത് MLA അവിടെ അത് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവരിപ്പോ കള്ളത്തരം വ്യാപകമായി പ്രചരിപ്പിച്ചു. പൈസ മുഴുവൻ അവിടെ വയനാട്ടിൽ അടിച്ചുപോയി. വയനാട്ടിലെ ബാങ്ക് അക്കൌണ്ടിലെ KPCC പ്രസിഡന്റ് ഹാജരാക്കിയത് അതൊഴുതി തീർന്നല്ലോ. പച്ചക്കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരം മുഴുവൻ വീണല്ലോ. ശരിക്കും ശവം തൂക്കി ആരാ? പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ ഫണ്ടും ഇവിടുത്തെ അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത കുട്ടികളുടെ പേരിൽ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റിയ CPM ആണ് ശവം തൂക്കി. ശവന്തീനികളാണ്. ശവം തൂക്കികളല്ല, ശവന്തീനികൾ, പാവപ്പെട്ട. എന്നിട്ട് ആ അമ്മയുടെ കരച്ചിൽ, അഭിമന്യുവിന്റെ അമ്മയുടെ കരച്ചിലല്ലേ മാർക്കറ്റ് ചെയ്ത് ഞാൻ പെറ്റ മകനെ എന്റെ റാസാവേ എന്ന് വിളിച്ച് ചങ്ക് പൊട്ടിയുള്ള ഒരു അമ്മയുടെ കരച്ചിലുണ്ട് മകൻ കിടക്കുമ്പോ. ഞങ്ങൾക്കൊക്കെ വിഷമമായതാ. അത് വിറ്റ് അത് മാർക്കറ്റ് ചെയ്ത CPM ഇപ്പൊ അവനെ കൊന്ന SDPIയുമായിട്ട് ചങ്ങാത്തമാണ്. മനസ്സിലായി? ആ അമ്മയുടെ കാൽക്കൽ ഇവിടെ വന്ന് ജില്ലയിൽ വന്ന് ആ അമ്മയുടെ കാൽക്കൽ വീണ് പിണറായി വിജയൻ മാപ്പ് ചോദിക്കട്ടെ, എന്നിട്ട് പറയട്ടെ രാഷ്ട്രീയം. SDPIയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് UDF ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് CPM സെക്രട്ടറി അല്ലേ പറഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ. ആ CPM സെക്രട്ടറിക്ക് വല്ല കാര്യമുണ്ടോ? MA ബേബിയോട് പറയേണ്ടത്, MA ബേബിയോട് ആ 24-ാം പാർട്ടി കോൺഗ്രസിൽ ഒരു ഗണ്ടിയുണ്ട്. പിണറായി വിജയൻ അത് വായിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചിട്ടുണ്ട്. CPMന്റെ പാർട്ടി കോൺഗ്രസിലെ 24-ാം പാർട്ടി കോൺഗ്രസിലെ ഗണ്ടിയ. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് തീവ്രവാദ സംഘടനയാണ് SDPI എന്ന്. പിണറായി വിജയൻ വായിച്ചിട്ടില്ലെങ്കിൽ MA ബേബി അതിന്റെ ഒരു കോപ്പി എടുത്ത് അയച്ച് പിണറായി വിജയന് കൊടുക്കുക. പാർട്ടി കോൺഗ്രസ് എന്തുട്ട് പാർട്ടി കോൺഗ്രസ്? പിണറായി വിജയന് MA ബേബി ഏത് പോളിറ്റ് ബ്യൂറോ? അദ്ദേഹം തീരുമാനം എടുക്കും. അതങ്ങ് പാർട്ടിയിലെ വിദൂഷകന്മാരെല്ലാവരും ചേർന്ന് അത് നടപ്പാക്കും. അങ്ങനത്തെ പാർട്ടിയാണ്. പാർട്ടി കോൺഗ്രസിൽ ഒന്ന് എഴുതി വെച്ചിട്ട് SDPI എന്താ MIGO എന്ന് എന്താ പറഞ്ഞത്? SDPI പുറത്തുനിന്ന് പിന്തുണച്ച് ഞങ്ങൾ എന്തു പറയുന്നത് ചോദിച്ചത് അല്ലേ ചോദിച്ചത്? അത് തന്നെയല്ലേ മുഖ്യമന്ത്രിയും ചോദിച്ചത്. അവര് പുറത്തുനിന്ന് പിന്തുണച്ചാൽ എന്ത് ചെയ്യുമെന്ന്. പാർട്ടി കോൺഗ്രസിൽ ഇത് എഴുതി വെച്ചേക്കുവോ? വലിയ ചർച്ച. എന്താണ് പാർട്ടി കോൺഗ്രസ്? പാർട്ടി കോൺഗ്രസിലെ ചർച്ചയൊക്കെ എന്തൊരു സംഭവമാണ്. അത് എഴുതി വെച്ചാൽ പറഞ്ഞു. എന്റെ അടുത്തുണ്ട് കോപ്പി പാർട്ടി കോൺഗ്രസിന്റെ. സെക്രട്ടറി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, നിയമത്തെ വോട്ട് നൽകാമെന്ന് പറഞ്ഞവരുടെ വായ പൊട്ടില്ലെന്നും കൂടി പറഞ്ഞു. അത് തന്നെ പറഞ്ഞത്, പച്ചയ്ക്ക് പറയാണ്. എന്നിട്ട് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പൊ 4 വോട്ടിന് വേണ്ടി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത്. അദ്ദേഹം തന്നെ SDPI ആയിട്ട് ബന്ധമാവാം, PDP ആയിട്ട് ബന്ധമാവാം, RSS ആയിട്ട് ബന്ധമാവാം, എല്ലാ ബന്ധമാവാം. മനസ്സിലായില്ല? ക്ലിയർ ആണല്ലോ. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളാണല്ലോ. വ്യാഖ്യാനം എന്തായാലും അവരുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ക്ലിയർ ആണല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചേർന്നു. ഇത് 3 മുന്നണികളും ഈ ആക്ഷേപം നേരിടുന്നുണ്ട്. ഞങ്ങളൊന്നും നേരിടുന്നില്ല. ഞാനൊരു കാര്യം പറയാം. വളരെ മുനാഫിക് എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല. ഈ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇത് ചെയ്തത് CPM ആണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് CPM ആണെന്ന് അവസരം പുറത്തു വന്നല്ലോ, കേസെടുത്തല്ലോ. കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് CPM ആണ്, വർഗീയത.
ഇപ്പോ ആ പെൺകുട്ടിക്കെതിരായിട്ട് അല്ലെ ഫാത്തിമയ്ക്കെതിരായിട്ട് അവിടെ ഉണ്ടാക്കിയത് CPM ആണ്. ഈ കാസർഗോഡത്തെ CPM സ്ഥാനാർത്ഥിയാണ് ഈ മുനാഫിക് പ്രയോഗം നടത്തിയത്. CPM ആണ് വർഗീയ കാർഡ് വെച്ച് കളിക്കുന്നത്. ലീഗിന്റെ ജില്ലാ അവര് വർഗീയ കാർഡ് വെച്ച് കളിക്കാനവര് വർഗീയ കാർഡ്. വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ അങ്ങനത്തെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിനായിരിക്കും, 6 മന്ത്രിമാരത് ഇപ്പൊ തന്നെ ഡീലായിട്ട്. അത് ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്. അയാളാരാണ് ഇത് തീരുമാനിക്കുക അല്ലെ? BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാളെ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. ബിസിനസ്സുകാരനാണ്. അതിന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കേരളത്തിൽ കെട്ടി